അങ്ങനെ ഒരു മാസത്തെ ചർച്ചക്കൂടിയിൽ ഞങ്ങൾ ഇന്നാണ് ട്രിപ്പ് പോകുന്നത്. സത്യം പറഞ്ഞാൽ പാക്ക് ചെയ്യാനൊന്നും ഒട്ടും ടൈം ഇട്ടില്ല, ഒക്കെ ചടപടേ വൈകുന്നേരം പോകുന്നുള്ള ട്രിപ്പ് പിന്നെ 2 മണിക്ക് ഇറങ്ങും. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ ഓടിപ്പാടി നമ്മൾ ഓഫീസിൽ അവിടെ എത്തിയപ്പോൾ ഞാനായിരുന്നു ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായി. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി പോകാൻ റെഡി, എല്ലാവരും കൂടെ 2 കാറിലായിട്ടാ പോയിണ്ടായിരുന്നു. എല്ലാവർക്കും ഒപ്പം ഡാൻസ് കളിച്ച് പോകാന്നുള്ളത് പിന്നെ പെട്ടെന്നായിരുന്നു സ്പ്ലിറ്റിംഗ്. ആയിരിക്കും ഒരു വിഷമൊക്കെ ആയിരുന്നു, പിന്നെ അങ്ങോട്ട് സെറ്റായി. എടാ കോബ്ര അല്ല കിങ് കോബ്ര ഇന്ത്യ അച്ചടിശാലകളിൽ നീ പഠിച്ച ഇന്ത്യ അല്ല. ഇന്ന് നമ്മുടെ കൂടെ ട്രിപ്പിൽ പുതിയ 2 ആൾക്കാരും കൂടെ ഉണ്ട്. ആരുമല്ല, നമ്മളെ സാറിന് 2 മക്കളാണ്. അങ്ങനെ പിന്നെ കുറച്ച് മധുരം കേൾക്കലായിട്ടോ. പിന്നെ ഏറ്റവും രസം എന്താ വെച്ചാൽ ഒരു ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നത് ഒരുപാട് ഡ്രസ്സിന്റെ ബാഗ് കൊണ്ട് എല്ലാവരും നെട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ ബാഗ് ഇന്റെ തന്നെ ആയിരുന്നു. പോണ വഴിക്ക് ഞങ്ങളൊന്ന് ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. കുറെയൊക്കെ ഗെയിം കളിച്ചും കുറെയൊക്കെ പാട്ട് പാടിയിട്ടും കുറെ സിനിമ കണ്ടിട്ടും അങ്ങനെയുള്ള സമയമൊക്കെ തീർത്തിട്ടും ടീം സ്റ്റുഡിയോയിൽ ഇറങ്ങിയെന്ന് കേട്ടോ. പിന്നെ നമ്മളും ഒന്ന് പോയി വെക്കണ്ടേ, നമുക്ക് പിന്നെ എവിടെ പോയാലും മിറർ സെൽഫി നിർബന്ധമാണല്ലോ. അപ്പൊ പിന്നെ കുറച്ച് ഫോട്ടോസ് ആയിട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റെ ആകെ ഒരു ഗാനമേളായിരുന്നു അവിടെ നടന്നത്. സാറിന്റെ മോൾ ഇന്റെ കൂടെ പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്റെ അതേ ലെവലായിരിക്കും. പക്ഷെ ഒളച്ചക്ക് പാടിയപ്പോഴൊക്കെ മനസ്സിലായത് ഇന്റെ അതുപോലെ അടിപൊളിയായിട്ട് പാടുന്നത്. പിന്നെ ഞാൻ വാ തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് റംബൂട്ടാൻ കഴിച്ചിട്ട് ഫൈനലി നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് അവിടെ ഫുള്ള് ഫുഡ് കഴിക്കലായിരുന്നു. അടുത്ത പരാതി പ്രമാണിച്ചുകൊണ്ട് എസ്തു ആദ്യം മിണ്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച ആള് തീരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാനും ഓനും തമ്മിൽ ഭയങ്കര തല്ലായി. പൊറോട്ട ഒക്കെ കഴിച്ചോണ്ടാണെന്ന് അറിയില്ല, നമുക്ക് കട്ടൻ കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കട്ടനും കൂടെ കുടിച്ചു. വയനാട് നിന്നുള്ള ഫോട്ടോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് പിന്നെ അത് ഫോട്ടോ എടുക്കാനേ ഞങ്ങൾ നടന്നിട്ടില്ലായിരുന്നു. ചെയ്തിട്ട് കുറച്ചും കൂടെ പോകാണ്ടിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക്. അങ്ങനെ പിന്നെ യാത്ര വീണ്ടും സ്റ്റാർട്ടാക്കി. പണ്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ക്യാമറന്റെ മുന്നേ വന്നിരുന്ന ആര്യേച്ചി ഇപ്പൊ ക്യാമറ കാണുമ്പോൾ മുഖം പെത്താണ്. റൂമിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പുറത്തേക്ക് അങ്ങനെ പിന്നെ ഗെയിംസ് കളിക്കലും അതുപോലെ റീൽസ് എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ടൈം പോയി. 2 മണിയായി. ഇത്രയും നേരം ഞങ്ങൾ ഒരു റീൽ എടുക്കായിരുന്നു. ഫൈനലി ഞങ്ങൾക്ക് അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്.